അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാർ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നാഥൻ എല്ലാവർക്കും റഹ്മത്തും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ, ആമീൻ. നൂറെ ഹബീബ് മജ്ലിസിലെ പുതിയ തട്ടിപ്പുകൾ പുറത്തു വരുന്നു, തെളിവ് സഹിതം. ഈ ഒരു ഹെഡിങ് കാണുമ്പോൾ സാധാരണഗതിയിൽ ഈ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ വീഡിയോയുടെ ഉള്ളിലേക്ക് വന്നാൽ മനസ്സിലാവും. എന്നാൽ രണ്ടാമതൊരു ടീം, അഥവാ ഈ തങ്ങളെ എതിർക്കുവാനും ഇല്ലാതാക്കുവാനും ശ്രമിക്കുന്ന ഒരു ടീം, അവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ, ഇതിന് ഹെഡിങ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. തട്ടിപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്, ഒന്ന് കണ്ടു നോക്കാമെന്നുള്ള രൂപത്തിൽ. പക്ഷേ നൂറെ ഹബീബിൽ തട്ടിപ്പ് നടക്കുന്നുണ്ടോ? ഏത് തരത്തിലുള്ള തട്ടിപ്പാണ് നടക്കുന്നത്? വ്യത്യസ്തമായ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നറിയാൻ വേണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ വർഷങ്ങളായിട്ട് അരക്ക് താഴ്ഭാഗത്ത് മരവിപ്പ് അനുഭവപ്പെട്ട് വളരെ പ്രയാസപ്പെട്ടിരുന്ന ഒരു സഹോദരി അവരുടെ വ്യത്യസ്തമായ ഹോസ്പിറ്റലുകളിലൊക്കെ പോയി അസുഖം മാറാൻ വേണ്ടിയിട്ട്, പക്ഷേ അവിടെ നിന്നൊക്കെ ഒഴിവാക്കി ചികിത്സ ലഭിക്കാത്ത രൂപത്തിൽ അവിടുന്നൊക്കെ പോരേണ്ടി വന്ന അവസ്ഥയിൽ അവസാനം ഈ നമ്മളെ മജ്ലിസിനെ കുറിച്ച് അറിയുകയും അവിടെ വരികയും അതിനുശേഷം അവർ മജ്ലിസിലൊക്കെ പങ്കെടുത്ത് സ്വലാത്തും കാര്യങ്ങളൊക്കെ ചൊല്ലി കാര്യങ്ങളൊക്കെ റെഡി ആയതിനു ശേഷം അവരുടെ അസുഖം മാറിയ ഒരു അനുഭവം പങ്കുവെക്കുന്ന ഒരു വീഡിയോ ആണ് ഇതിലുള്ളത്. അഥവാ നൂറെ ഹബീബിൻ്റെ പ്രതിയോഗികൾ പറയുന്ന തട്ടിപ്പ് എന്താണ്, അവിടെ നടക്കുന്ന നല്ല കാര്യങ്ങളാണ്. ആ കാര്യത്തെക്കുറിച്ചാണ് ഞാനിതിൽ പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്. ആ സ്ത്രീ തന്നെ നേരിട്ട് പറയുന്ന വീഡിയോ ഇതിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, എല്ലാവരും മുഴുവനായിട്ട് കാണുക. അപ്പോൾ മാത്രമേ അതിലെന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുള്ളൂ. രണ്ടാമത് അതേപോലെ തന്നെ വേറൊരു സ്ഥിര അനുഭവം പറയുന്നുണ്ട് മകനെ കുറിച്ചുള്ള. അങ്ങനെ 2-3 കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതൊക്കെ സ്വാലിഹായ അമലായിട്ട് സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ നൂറെ ഹബീബിനും അതുപോലെ തന്നെ മറ്റു ഏതൊക്കെ അങ്ങനത്തെ ആളുകളുണ്ടോ അവർക്കെല്ലാം അള്ളാഹു ബർക്കത്തും റഹ്മത്തും ചെയ്യുമാറാവട്ടെ, ആമീൻ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മാനെ ഡോക്ടർമാർ മടക്കി ഏത് ഹോസ്പിറ്റലിൽ നിന്നാണ് ആദ്യം ഹോസ്പിറ്റലിൽ മടക്കി, അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ട് അവിടുന്ന് പറഞ്ഞു ഏത് നിമിഷം. പക്ഷേ നമ്മളെ ചൊല്ലുന്ന സലാത്താണ്. എന്റെ കറാമത്തല്ല, എനിക്കൊരു കറാമത്തില്ല. ഞാനിപ്പോ ചെറിയൊരു വിഷമത്തിലാണ്. ഇപ്പൊ എന്റെ മദ്രസിന്റെ അന്ന് ഇപ്പൊ മഴ പെയ്തില്ല, എന്റെ പരിസരത്തൊക്കെ മഴ ചെയ്തു. കുറച്ച് കറാമത്തിന് ആൾക്കാർ പറയും. അങ്ങനെയൊന്നുമില്ല കേട്ടോ. അൽഹംദുലില്ലാഹ് അള്ളാഹു ഉമ്മാന്റെ രോഗം അള്ളാഹു ശിഫയായി കൊടുത്തു. പഴയതുപോലെ നടക്കാൻ തുടങ്ങി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉമ്മാർക്കൊക്കെ ആഫിയത്ത് അള്ളാഹു നൽകട്ടെ. ഉമ്മാടൊക്കെ തട്ടിപ്പിടിച്ചല്ലോ. പിന്നെ പറയാനുണ്ടല്ലോ, ഇവിടെ ഇരിക്കലാണ് ചികിത്സ. ഞാനിങ്ങനെ വന്ന് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും നിങ്ങൾ ഇന്നെ വന്ന് കണ്ടു പോകണം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സമയത്തോളം റഹ്മത്തിന്റെ മാലാകന്മാരെ കൊണ്ട് നമ്മൾ ധന്യമാക്കട്ടെ. എന്താ നിങ്ങളെ പ്രശ്നം? ഉമ്മ താത്ത പറഞ്ഞാൽ നിങ്ങളെ പ്രശ്നം തീരും. ഇനി ഒരൊക്കെ ബ്ലോക്ക് ആക്കണിട്ടോ. കാക്കട്ടെ. ഒരുപാട് രോഗികൾ വരാറുണ്ട്. അല്ലാഹു രോഗം നിങ്ങൾക്ക് തരാറ്. എന്റെ കറാമത്തല്ല, സ്വലാത്തിന്റെ കറാം. ഒരുപാട് രോഗികളുണ്ടല്ലോ, രോഗശിഫാക്കും. ഞാനിപ്പോ പോയി തട്ടിപ്പിനായിട്ട് പറയല്ലോ. മോൻ ഗൾഫിൽ പോയി ജോലി, പിന്നെ അവർക്ക് വീട് വെക്കാൻ സ്ഥലം വാങ്ങാനുള്ള സമ്പത്ത് നൽകണം. അല്ലാഹ് നിങ്ങളെ സദസ്സിന് ആരുടെങ്കിലും ആധാരങ്ങള് ബാങ്കിലുണ്ടെങ്കിൽ, സ്വർണ്ണാഭരണങ്ങൾ ബാങ്കിലുണ്ടെങ്കിൽ അത് എടുക്കാൻ വഴി നിങ്ങൾക്ക് കാണിച്ചുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങൾപ്പെട്ട ആരെങ്കിലും രോഗികൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ എല്ലാ രോഗങ്ങളും ഇഷ്പയാക്കണേ അല്ലാഹ്. നിങ്ങളെ മക്കളെ സ്വാധീനങ്ങളാക്കണം അല്ലാഹ്. നിങ്ങളെ ഭർത്താക്കന്മാരെ സ്വാധീനങ്ങളാക്കണേ അല്ലാഹ്. നിങ്ങളെ ആംഗലമാരെ സ്വാധീനങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉപ്പമാരെ സ്വാധീനങ്ങളാക്കണേ അല്ലാഹ്. അവരെ ഈ കല്ലിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ഫോണിന്റെയും അടിമകളാക്കല്ലേ റബ്ബേ. എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ അല്ലാഹ്. വന്നവർക്ക് സന്തോഷം നൽകണം അല്ലാഹ്. ഇന്ന് വരെ ഞങ്ങളുടെ ജീവിതത്തിൽ സങ്കടത്തോടെ, നാളെ മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. മരുന്ന് കുടിച്ചിട്ട് മാറാത്തൊരു രോഗം ഞങ്ങൾക്ക് തരല്ല അല്ലാഹ്. ഒരു മൂലയിൽ കടന്ന് ഞങ്ങളെ കാഷ്ടവും ഞങ്ങളെ മൂത്രവും മറ്റൊരാൾ എടുക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല റബ്ബേ. ഖൈറ് നൽകണേ അല്ലാഹ്. ഇവിടെ വന്നെല്ലാവരുടെ കാര്യങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. സിഹറുകാരന്റെ സിഹറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. കണ്ണുകാരൻ
അവന്റെ കണ്ണിറന്ന് കാക്കണയല്ല. എല്ലാ ബലാല മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെ കാക്കണമല്ല. ഞങ്ങൾക്ക് പ്രയാസങ്ങൾ എത്തില്ല. ഞങ്ങൾക്ക് വീട്ടില് പറക്ക് നൽകണയല്ല. ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരെ കൊടുക്കല്ല. ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരികളെ കൊടുക്കരുത്. ഇവിടെ വന്നതിന്റെ പറക്കത്തുകൊണ്ട് സന്തോഷം നൽകണമല്ല. സമാധാനം നൽകണയല്ല. സ്വലാത്തുൽ ഫാത്തിഹയുടെ മജ്‌ലിസ് കാണാൻ മുതൽ ഇരിക്കാനുള്ള ഭാഗ്യം നൽകണയല്ല. പരന്റെ തായ പ്രയാസമാണ്. അല്ലാഹു എത്രയും ഇപ്പൊ നടക്കാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുക്കട്ടെ. ഒരു ചെറുപ്പക്കാരനൊക്കെ അങ്ങനെ അല്ലേ കുടുംബമുണ്ട്, അത് കാണുമ്പോ ഒരു സങ്കട. പിന്നെ ഈ വണ്ടി ഒരു കുട്ടി, ഒരു പൊന്നു മോന്, എത്ര വയസ്സായ കുട്ടിക്ക്? 14 വയസ്സ്. കുട്ടി അപസ്മാര. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇതിന്റെ ഒരുപാട് ആളുകളെ കൊണ്ടുവരാനുണ്ട്. വഴി ബ്ലോക്കാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആരും വിടട്ടോ. അതൊന്നും റബ്ബ് തരാതിരിക്കട്ടെ. നമ്മളിപ്പോട്ട് ഒരുപാട് ആളുകൾ ബിൽഡിങ്ങിന്റെ ഒക്കെ മുകളിൽ കയറി ജോലി ചെയ്തല്ലോ. കാത്ത് രക്ഷിക്കട്ടെ കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ആ വഴി മാറിക്കൊടുക്ക്. ടോക്കൺ കുറവും കുറച്ചതാണല്ലേ. ഒരു ദിവസം ഇതിന്റെ ബൂത്തില് 1000 ആളാണ്. സുഖല്ല. അപ്പൊ ഞങ്ങളൊരു സ്നേഹം കൊണ്ട് ഓടി വരിക. ലൈവൊക്കെ നേരൊക്കെ അവിടുന്ന് ചായ കുടിക്കുന്നതിന് മുന്നേ അയാൾ കടപ്പിലായിരുന്നു. അത് നാട്ടുകാരാണ്. ഈ അടുത്താണ്, തിരൂരാണ്. അപ്പൊ അയാൾ 1.5 കൊല്ലം പെട്ട് കിടന്നു. അങ്ങനെ ഒരു ദിവസം ഇവിടെ കൊടുന്നു. അപ്പൊ കണ്ണേറുണ്ടെങ്കിൽ മരുന്ന് നേരത്തെ കുടിക്കൂല. അവിടെ വന്ന് 2 മാസം കഴിഞ്ഞപ്പോ അയാള് നമ്മള് നടക്കുന്നതിനെക്കാണ്ട് ഓടിയിട്ടാണ് ഇവിടെ വന്നത്. ഇത് കണ്ടോ? അപ്പൊ മരുന്ന് കുടിക്കേണ്ട രോഗത്തിന് മരുന്ന് കുടിക്കണം. അവിടെ വണ്ടി അങ്ങനെ ഒരു ദിവസം തങ്ങൾ ഉപ്പാൻ്റെ ഇവിടെ വയസ്സും തങ്ങളോട് വിഷയം പറഞ്ഞു. കേൾക്കണങ്ങള് തിങ്കളാഴ്ച വന്നത്, ബുധനാഴ്ച ശരിയായി, ചർച്ച കിട്ടി. മനസ്സിലായില്ലേ? അൽഹംദുലില്ലാഹ് പറയും. അൽഹംദുലില്ലാഹ്. അതാണ് സലാത്തുൽ ഫാത്തിഹിന്റെ മാത്രമല്ല, തങ്ങളുപ്പാന്റെ നാവ് കൊണ്ട് പറഞ്ഞാൽ മതി നിങ്ങൾ പറയില്ലേ. അങ്ങനെ തങ്ങൾക്ക് എന്ത് പറഞ്ഞു? അന്ന് ഇത് പറഞ്ഞോട് കൂടെ തന്നെ എന്ത് പറഞ്ഞു? അത് റെഡി ചെയ്യുക. അത് ശരിയായി. തിങ്കളാഴ്ച വന്ന് പറഞ്ഞു, ബുധനാഴ്ചക്ക് സംഘത്തിൽ ഏട്ടത്തിന്റെ മോളത്. മനസ്സിലായില്ലേ? ഇതുപോലത്തെ ഫതിലുകളൊക്കെ പറയാനുള്ള ഭാഗ്യം നമുക്കും നമ്മുടെ രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫയാക്കി എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാണ്. ഇനി ആ വിസയ്ക്കായിട്ട് അവർ പോയി നല്ല ജോലി ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സന്തോഷം ആ വീടിനും കുടുംബത്തിനും അല്ലാഹു നൽകുമാറാണ്. ഇൻഷാ അല്ലാഹ്. മാത്രമല്ല, ഇനി അവരവിടെ പോയി ഒക്കെ റെഡിയായി ഒക്കെ ശരിയായി എത്തിമക്കൾക്ക് നല്ലൊരു സംഖ്യ കൊടുക്കുക എന്നും അവർ തീർച്ചയാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉദ്ദേശം അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. ഇനി നിങ്ങൾ എല്ലാവരും ഒരു തക്ബീർ